കട്ടൻ പൊക്കട്ടെ. എടാ പ്രാന്ത, ഇവിടെ ഒന്നും ആയില്ലായിരുന്നു കട്ടൻ പൊക്കാണ്. ഇവിടെ ബാക്കിയുള്ള വിറച്ച് നിൽക്കുക. ഇച്ചിരി കഴിഞ്ഞിട്ട് പൊക്കിയാൽ മതി. ഇത്ര ധൃതി എന്നാ? കട്ടൻ പൊക്കാൻ നിനക്ക് ഇത്ര ധൃതി എന്നാന്ന്? നീ ഒന്നൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഓടിയോ എന്നാ എന്തോരം ആൾക്കാരാ നോക്കി. എടാ നീയോ കൊണ്ട് ബാക്കിയുള്ളവരെക്കൂടെ കാണിച്ചെന്തിനാ പേടിപ്പിക്കുന്നേ? ഞാനിവിടെ വിറച്ച് നിൽക്കുവോ അറിയാവോ? അല്ലെന്നേ. എന്റെ അപ്പച്ചി മോള്. അപ്പച്ചിയുടെ മോളോ? അപ്പച്ചിയുടെ മോള്. ഓ, നിന്റെ അപ്പച്ചിയുടെ മോളാണെങ്കിൽ കാണാൻ കൊള്ളത്തില്ലായിരിക്കും. അതുകൊണ്ട് ഏതായാലും കണ്ടേക്കാം. ആ പച്ച ചുരിദാർ. ഏത് പച്ച ചുരിദാർ ആയിരിക്കുന്നോ? നിന്റെ അപ്പച്ചിയുടെ മോളോ? എന്നിട്ട് നിന്നെ അവരെയും കൂടെ കണ്ടിട്ട് അലുവായും മീൻചാറും പോലെ ഉണ്ടല്ലോടാ. നിന്റെ അപ്പച്ചിയുടെ മോളെന്ന് പറയുമ്പോ നിന്റെ അമ്മയുടെ കുഞ്ഞൻ മതി പോലും. ഇങ്ങ് കളിച്ചോണ്ട് നിൽക്കല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മറ്റു ബാലെ ട്രൂപ്പുകാർ കാണിക്കുന്നതിലൂടെ CD ഇട്ടിട്ട് നമ്മൾ വായനക്ക് കളിക്കുന്ന ബാലയല്ല. പരിപാടി പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ലൈവ് ബാലയാ കളിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെന്ന്. ഞാൻ തകർക്കുമല്ലോ. നീ തകർക്കും. ഫൈനൽ റിഹേഴ്സലിനെ ഇവന്റെ ആക്ഷൻ കണ്ടിട്ട് ആൾക്കാരെല്ലാം കുടുകൂടാൻ ചിരിക്കുമായിരുന്നു. അടിപൊളി. കോമഡി ഡയലോഗ് കേട്ടാ പിന്നെ ആൾക്കാർ ചിരിക്കത്തില്ല. കോമഡി ഡയലോഗ് കേട്ടിട്ടില്ല. ഇവൻ ഡയലോഗ് എല്ലാം തെറ്റിച്ച് അവിടെ കിടന്ന് മെഴുകുന്ന കണ്ടിട്ട് ആൾക്കാർ ചിരിക്കുമായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. അത് പിന്നെ അങ്ങനെയല്ല, നീയും കണക്കാ. നിന്നോടാ പറഞ്ഞേ. അത് ശരി. മുതൽ ട്രൂപ്പിന്റെ ഓണർ എന്ന നിലയിലാണ് ഞങ്ങൾ ഉപദേശിച്ചെങ്കിൽ ഞങ്ങൾ ഓക്കെ. അല്ലാതെ ഒരു കലാകാരൻ എന്ന നിലയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കില്ല. സംസാരിക്കുന്നേ ആശാൻ ചെയ്യുന്ന ഇപ്പോഴത്തെ ഈ വേഷം നമ്മുടെ മറ്റേ സുഖമാണല്ലോ ചെയ്തിരുന്നേ. ജവാൻ സുഖു. അവൻ 2 അടിക്കുമെന്നും പറഞ്ഞാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു വിട്ടത്. എത്ര അടിക്കുമെന്നാ പറഞ്ഞേ? 2 എന്ന് പറഞ്ഞാ 2 ഫുള്ള്. 2 ഫുള്ള് അടിച്ചിട്ട് അവന് ഇവിടെ ഇതൊരു കോക്കാമ്പേച്ച് കാണിക്കുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞു വിട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൻ ഈ ഫുള്ളും അടിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഞാനൊരു മുതലാളിയാ. നിങ്ങൾക്ക് ഈ പൈസ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പൈസ മേടിച്ചോണ്ട് പോയാൽ മതി. ഞാനേ മണരാരണത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസ കൊണ്ട് ഉണ്ടാക്കിയ സാധനം അറിയാവോ? അതുകൊണ്ട് ഞാൻ 2 ദിവസം കൊണ്ട് ഇത് മുഴുവൻ പഠിച്ചിട്ട് ഞാൻ ധൈര്യപൂർവ്വം സ്റ്റേജിൽ കയറുക. എന്റെ അമ്പലത്തിലെ പരിപാടി ചെയ്ത് ഈ അമ്പലത്തിലെ പരിപാടി ആശാന്റെ അമ്പലത്തിലെ പരിപാടി ആശാന്റെ വീട് ആശാന്റെ നാട്ടുകാരൻ ആശാന്റെ കമ്മിറ്റിക്കാര്. അപ്പൊ പിന്നെ തെറ്റാലും കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. പരിപാടി പൊളിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവിടെ എല്ലാവരും കൂടെ മുട്ടയെ കൊണ്ടിരുത്തിട്ട് നാക്കെക്കൂടെ ഒരു ശൂലം കെട്ടുന്ന ഒരു ഏർപ്പാടുണ്ട് ഇവിടെ. അവിടെ ഉണ്ട്. മിണ്ടായിരിക്കുമായിരുന്നു. അങ്ങനെ ഇന്ന് കുറെ കമ്മിറ്റിക്കാരുടെ കുറെ ശൂലം വേസ്റ്റ് ആവും. നിന്റെ കരിനാക്ക് വളച്ചതൊന്നും പറയാതിരിക്കാവോ? ഒരു ആശാനൊരു കാര്യം പറഞ്ഞേക്കണം. എന്റെ നാക്ക് ഒരു ഇച്ചിരി കറുത്താന്ന് വിചാരിച്ചു എന്നെ കരുനാക്കാന്ന് എപ്പോഴും വിളിച്ചേക്കരുത്. ഇവന്റെ വർത്താനം കേട്ടാ ബാക്കിയുള്ളവർ മുഴുവൻ വെളുത്ത് തൊടുത്തിരിക്കുന്നതിന്റെ കൂട്ടാ. നമുക്ക് പരിപാടി തുടങ്ങിയാലോ? പിന്നെ നമ്മുടെ അവന് ഈ പരിപാടിക്ക് വരുമെന്ന് എനിക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ പറയാൻ വേണ്ടി വന്ന. സുഖം ഇവിടെ പരിപാടി കാണാൻ വേണ്ടി വരും. നമ്മളൊന്നും നോക്കരുത്, അടിച്ചു പൊളിച്ചേക്കണം. ഒരു കാര്യം ചെയ്യ്, അവൻ ഈ പരിസരത്ത് അടുപ്പിച്ചേക്കണം. നീ അങ്ങ് നോക്കിക്കോണം. പിന്നെ പരിസരത്ത് അടുപ്പിച്ചേക്കരുത് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ ഭാര്യകളിനകത്ത് പ്രധാന വേഷം ചെയ്യണം ഭാര്യ. അത് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് അവനെ ചമ്മിപ്പിക്കാം. അവൻ വരുന്നതിന് നമുക്ക് ബാല കളിച്ചിട്ടങ്ങ് പോകാം. അതാ നല്ലത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് അനൗൺസ് ചെയ്തോ, പെട്ടെന്ന് തുടങ്ങി. അവൻ വരുന്നതിന് മുമ്പ് ബാല തീർക്കണം. പെട്ടെന്നായിക്കോട്ടെ. പ്രിയ കലാസ്നേഹികളെ, കിങ്ങിണി തിയേറ്റേഴ്സിന്റെ പുണ്യ പുണാര കറക്റ്റായിട്ട് പറ. പുണ്യ പുരാണ നൃത്ത നാടകം ദേവാസുര യുദ്ധം. ദേവപുരം രാജ്യം വാഴും രാജമൗലി കീരവാണി മഹാരാജാവ് എഴുന്നള്ളുന്നേ. ദേവപുരം രാജ്യത്തെ പ്രജകളെ. എന്തോ നിന്നോട് ആരാ വിളി കേൾക്കാൻ പറഞ്ഞേ? ദേവപുരം രാജ്യത്തെ പ്രജകളെ, നാമും നമ്മുടെ രാജ്യവും ഇന്ന് കൊടിയ പട്ടിണിയിലാണ്. പൊറോട്ട സാമ്പാർ കഴിക്കണ്ട നന്നാലേ പറഞ്ഞതാ. നമ്മുടെ അയൽ രാജ്യത്തെ രാജാവായ കാലകയൻ നമ്മെ ആക്രമിക്കാൻ വരുന്നു എന്നൊരു രഹസ്യ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നാം ഏവരും ജാരകൂകരായിരിക്കണം.
നമ്മളെല്ലാവരും സൂക്ഷിച്ചിരിക്കണം. മഹാരാജൻ, ഇത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് നമുക്ക് 1 മാസത്തെ ലീവിൽ അനുവദിക്കണം. പടാ, എല്ലാവരും ഓടിപ്പോകുകയാണല്ലേ ഭയന്ന്. നമുക്കാരെയും ഭയമില്ല. വർഷങ്ങളുടെ തപസ് കൊണ്ട് നാം നേടിയെടുത്ത വജ്രായുധം കൊണ്ട് കാലകേയനെ ഞാൻ ഇന്ന് ഭസ്മമാക്കും. ലോക തെറ്റിക്കല്ല് ഫസ്റ്റ് കളിയാ. വർഷങ്ങളുടെ തപസ് കൊണ്ട് നാം നേടിയെടുത്ത വജ്രായുധം കൊണ്ട് കാലകേയനെ ഞാൻ ഇന്ന് ഭസ്മമാക്കും. എന്നെ മനസ്സിലായോ? ഞാൻ സുഖു, ജവാൻ സുഖു എന്ന് പറയും. നിങ്ങൾ ഓർക്കും ഞാൻ മിലിറ്ററിയിലായതുകൊണ്ടാണ് എന്നെ ജവാൻ സുഖു നല്ല കേട്ടോ. ഞാൻ എൻ്റെ സ്ഥിരസ്ഥാനം ജവാനായതുകൊണ്ടാണ്. ഈ തുക്കണാച്ചി ബാലയിൽ ഈ മരപ്പെട്ടി കളിക്കുന്ന രാജാവിൻ്റെ വേഷം ചെയ്തുകൊണ്ടിരുന്നവനാണ് ഞാൻ. 2 കഴിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ പുല്ലന്മാരിൽ എന്നെ ബാലയെന്ന് പറഞ്ഞു വിട്ടു. അറിയാവോ? പിന്നെ ഇതിനകത്ത് ബാലയ്ക്കകത്ത് മെയിൻ വേഷം ചെയ്യുന്ന ആരാന്നറിയോ? നിങ്ങൾക്കറിയാം ആരാ ചെയ്യുന്നത്? എൻ്റെ ഭാര്യ അമ്മണി. എന്നെ പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന്. അന്നേരം അവള് പറയാ, ഉമ്മാരി പറയാ 50,000 രൂപ അവൾക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്ന്. അത് മുതലാക്കാതെ വിടത്തില്ലെന്ന്. അവന്മാരും അത് മുതലാക്കിയിട്ട് വിട്ടാൽ മതി എന്ന് അവളും. എടി അമ്മണി, ഉമ്മാരി 4 ബാലയൊന്നും നീ തന്ത പുല്ലേ കാണേ. മഹാരാജൻ, അങ്ങേ മുഖം കാണിക്കുവാൻ വേണ്ടി നമ്മുടെ രാജഗുരു പരിയമ്പുറത്ത് വന്ന് നിൽക്കുന്നു. പരിയമ്പുറത്തോ? ബാലയ്ക്കത്ത് ഡയലോഗ് കേട്ടോ, പരിയമ്പുറന്ന്. ഭൂമുഖത്ത് വന്ന് നിൽക്കുന്നു മഹാരാജൻ. കടന്നു വരാൻ പറയൂ. പാട്ട് മാറി. ഇത് നമ്മുടെ ആശാരിപ്പറമ്പിൽ സത്യനല്ലേ? എടാ സത്യോ. രാജഗുരു മഹാരാജൻ, രാജമൗലി കീരമാണി മഹാരാജാവ് നീണാൽ വാഴത്തൈ. വാഴത്തല്ലടാ, തെങ്ങൻ തൈ. വാഴത്തെ. അങ്ങെന്താണ് നമ്മെ വിളിച്ചത്? ഗുരു, നാം ഇന്ന് അതീവ ദുഃഖിതനാണ്. എന്ത്? അങ്ങെന്താണ് എന്നോട് പറഞ്ഞത്? എടാ സത്യം, നിന്റെ ചെവിക്കാൻ തന്നെ കുരുവാണ്. അങ്ങേർക്ക് അതാണ്ട് വിഷമമുണ്ടെന്ന് അതെന്നെ നീ ചോദിക്കുക അല്ലേടാ? 14 ലോകവും കീഴടക്കി അങ്ങേക്ക് ദുഃഖമെന്നോ? എടാ എത്രയുടെ 27? 14. അതൊക്കെ അപ്പൊ 3 എത്ര? 30. എടാ കണക്ക് കുണക്കും അറിയാതെ ബാല കളിക്കാം. സത്യം ഞാൻ അറിയോട്ടോ. മഹാരാജൻ, അന്യരാജ്യത്തെ പ്രജകൾ പലതും പറയും. അങ്ങെന്തിനാണ് വയലന്റ് ആകുന്നത്? മഹാരാജൻ, അങ്ങെന്തിനാണ് നമ്മെ വിളിപ്പിച്ചത്? പറയും മഹാരാജൻ. ഞാൻ വിളിപ്പിച്ച ഗുരു, നാം ഇന്ന് അതീവ ദുഃഖിതനാണ് ഗുരു. എന്താണ് അങ്ങയുടെ ദുഃഖം? നമുക്കൊന്ന് താലോലിക്കാൻ, നമുക്കൊന്ന് ഓമനിക്കാൻ, നമ്മുടെ പമ്പരം നിലനിർത്താൻ, പരമ്പ് നിലനിർത്താൻ, പരമ്പര നിലനിർത്താൻ ഒരു കുഞ്ഞിക്കാലില്ല ഗുരു, ഒരു കുഞ്ഞിക്കാലില്ല. മഹാരാജൻ, അതിന് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ മഹാരാജൻ. ബാലക്കത്ത് ഡയലോഗൊക്കെ എന്നതാണോ ഗൈനക്കോളജി? നല്ലൊരു കൊട്ടാര വൈദ്യൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൊട്ടാര വൈദ്യനെ കാണിച്ചിട്ട് പ്രയോജനമില്ല ഗുരു. കൊട്ടാര വൈദ്യൻ പറഞ്ഞു നമുക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. മഹാരാജൻ, എന്നാ പിന്നെ ഞാനൊന്ന് ശ്രമിച്ചാലോ? അതിനും എടുക്കാനാ സത്യം. അല്ല, മറ്റൊരു കൊട്ടാര വൈദ്യനെ കൊണ്ടുവന്നാലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മഹാരാജൻ. ഗുരു, ലോകത്തുള്ള എല്ലാ കൊട്ടാര വൈദ്യന്മാരെ കാണിച്ചിട്ടും കൊട്ടാര വൈദ്യന്മാരെല്ലാം പറയുന്നു നമുക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. എന്നാ കല്ല് വെച്ച് നോണേടാ സരസ. എടാ ഞാൻ പിന്നെ ഇങ്ങോട്ട് നിന്റെ വീടിന്റെ വാതിക്കോടെ ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ വീട്ടിന്റെ മുറ്റത്തോടൊന്ന് കാക്കിരി പൂക്കിരി മൂക്കളെ എടുപ്പിച്ച് കിടക്കണ പിള്ളേരെ നീ കമ്പ്യൂട്ടറിന്ന് ഗ്രൗണ്ട് എടുത്താ പുല്ല് 10 പിള്ളേരെ തന്തയാ പറഞ്ഞിട്ടോ. അവന് പിള്ളേരുണ്ടാവത്തില്ല. രാജ്യത്തെ പ്രജകൾ പലതും പറയും മഹാരാജൻ. അങ്ങ് അടങ്ങ് മഹാരാജൻ, അങ്ങ് അടങ്ങ്. അല്ലെങ്കിൽ അവനെ വിട്. മഹാരാജൻ, കാണട്ടെ. ഒരു പോംവടിയുണ്ട്. എന്താണ് ഗുരു? നമ്മളൊരു ശബശി ചെയ്യാൻ പോവുക. ശബശി. അതെ മഹാരാജൻ, ആ ശബശിനുള്ള സമയമായി നമ്മൾ പോയിട്ട് വരട്ടെ. വിജയിച്ചു വരൂ ഗുരു. തപസ് ചെയ്ത് നമ്മെ അനുഗ്രഹിച്ചാലും
നിങ്ങൾക്ക് സവസ് എന്ന് പറഞ്ഞാൽ എന്നാ സംഭവം എന്നറിയോ? 9 മണിക്ക് മുമ്പ് ബിവറേജ് അടിക്കുന്നതിന് മുമ്പ് സാധനം മേടിക്കാൻ പോണ സംഭവം അത്. എടാ സത്യം പോയിട്ട് വരുമ്പോൾ ഒരു 110 ഒരു ചെറിയ സാധനം മേടിക്കണേ കേട്ടോ. ഓക്കെ, അവൻ നമ്മുടെ പയ്യനാണ്. ദേവപുരം രാജ്യം വാഴും രാജമൗലി കീരവാണി മഹാരാജാവിന്റെ ഇത് കുറെ അന്യായമാ കേട്ടോ. ഈ പേര് നിങ്ങളെ മഹാറാണി എഴുന്നള്ളുന്നേ. നിങ്ങളെ പെണ്ണുമ്പിള്ള ഇങ്ങോട്ട് വരുന്നത്. ഈ എഴുന്നള്ളി വന്ന് നിൽക്കുന്നതാണ് എൻ്റെ ഭാര്യ അമ്മണി. ഈ നാടകത്തിൽ ഈ ബാലയല്ലേ ദേവസേന കേട്ടോ അമ്മച്ചി. റാണി, ഇത്രയും നേരം റാണി എവിടെയായിരുന്നു? ഞാൻ അന്തപുര ഉദ്യാനത്തിൽ മാനുകൾക്ക് തീറ്റി കൊടുക്കുകയായിരുന്നു പ്രഭു. എൻ്റെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 2 ആടിന് 2 പ്ലാവന പറിച്ച് കൊടുക്കാത്ത അന്തപുരത്തില് പാലിനും മീനും പോടിയത് അവിടെ. റാണി, പ്രമാണം പ്രഭു. ആ പുല്ല് കൊടുത്ത് വിറ്റിട്ടാണ് ഈ ട്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഈ കറക്റ്റായിട്ട് ഡയലോഗ്. പ്രണാമം പ്രഭു. ആ, പ്രണാമം പ്രണാമം. റാണി, എന്താണ് റാണിയുടെ മുഖത്ത് ഒരു കുണ്ഠിത ഭാവം? ഞാൻ ആദ്യമായിട്ട് മുഖത്ത് അങ്ങനെ ഒരു ഭാവം കാണുന്നത്. റാണിയുടെ മുഖത്ത് എന്താണ് ഒരു വിഷമഭാവം? അയ്യോ, എന്താണ് റാണി റാണിയുടെ മുഖത്തൊരു വിഷമഭാവം? നമുക്കൊന്ന് ഓമനിക്കാൻ, ഒന്ന് താലോലിക്കാൻ, മാറോട് ചേർത്തൊന്ന് പിടിക്കാൻ. എനിക്കൊരു കുഞ്ഞിക്കാലില്ല പ്രഭു. ശമ്പളോ കിട്ടത്തില്ല, ഇതെങ്കിലും ആട്ടെ. ഒരു കുഞ്ഞിക്കാലില്ല പ്രഭു. അമ്മണി, അതിന് ഇവന്റെ മുമ്പിൽ കിടന്ന് കുണങ്ങിയിട്ട് കാര്യമില്ല. വെല്ലക്കപ്പോഴും നീ അങ്ങ് വീട്ടിലേക്ക് വരണം. നമുക്ക് സഹിക്കാം റാണി, സഹിക്കാം. കാലം നീ സഹിക്കൂലല്ലോ, അവിടെ കിടന്ന് സുഖിക്കുമല്ലേടാ. നമുക്ക് സഹിക്കാം റാണി, സഹിക്കാം. റാണിയുടെ മുഖത്തെ ഈ വിഷമഭാവം കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നുന്നു. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വെല്ലോന്റെ ഭാര്യ അടുത്ത് നിൽക്കുമ്പോ എല്ലാവർക്കും തോന്നുന്നു സുഖമാണ്. കണ്ടടാ ഉള്ള സരസ നിന്റെ രാജൻ, എന്താണ് റാണി? കുട്ടികളില്ലാത്ത ദുഃഖം ഞാൻ മറക്കുന്നത് ആ മാൻപേടകളെ കാണുമ്പോഴാണ്. ഞാൻ ഉദ്യാനത്തിലേക്ക് പോയിക്കോട്ടെ പ്രഭു. റാണിക്ക് സന്തോഷം ഉദ്യാനത്തിലെ മാൻപേടകളോട് കളിക്കുന്നതാണെങ്കിൽ അങ്ങോട്ട് തന്നെ പൊക്കോളൂ. പക്ഷെ റാണി, പോകുന്ന വഴിക്ക് ആ സൈഡിൽ പീലി വിടർത്തിയാടുന്ന ചില മയിലുകളുണ്ട്, കൊത്താതെ സൂക്ഷിക്കണം. ശരി പ്രഭു. ഓ, കണ്ട മാനും മയിലും എല്ലാം കൂടെ അമ്മണിയിട്ട് കൊത്തോ ആവോ എനിക്കറിയാനും പാടില്ല. എടി പെണ്ണെ സൂക്ഷിച്ചോട്ടോ. മഹാരാജൻ, എന്താണ് നമ്മുടെ ശത്രുരാജാവായ കാലകയൻ നമ്മളാണ് യുദ്ധം ചെയ്യാൻ വെല്ലുവിളിക്കുന്നു. ആരവിടെ? കുതിരപ്പടയും കാലാൾപ്പടയും ആനപ്പടയും ഒരുങ്ങട്ടെ. കാലകയനോട് യുദ്ധം പ്രഖ്യാപിക്കട്ടെ. 4, 3, 7 ഉണ്ട് വാലയ്ക്കകത്ത്. കാലാപ്പട കുതിരപ്പട പോടാന്ന്. പിന്നെ ഇല്ല മഹാരാജൻ, നമ്മുടെ സൈന്യത്തെ മുഴുവൻ അവൻ കൊന്നൊടുക്കി. കാലകയനോട് വളർന്നു വരാൻ പറയൂ. എന്നോട് നേരിട്ട് യുദ്ധം ചെയ്യാം. വരാൻ പറയൂ. തമ്പുരാനെ, നമ്മെ കണ്ട് ഭയക്കുന്നു. നോമിന്റെ അംഗബലം കാണിക്കട്ടെ. എന്റെ പൊന്നു സുഹൃത്തെ, അംഗബലം കാണണ്ട മതിയെ. നീ ആദ്യം തുണിയൊന്നും എടുത്തു കൊടുക്കടാ പുല്ലേ. എന്റെ അംഗബലം പിന്നെ ആരെടാ അവന്റെ കാലകയാ. ഓ, കാലകയാ, നിന്നോട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. ചോദിക്ക്. നീ എന്തിനാണ് ഈ രാജ്യങ്ങൾ മുഴുവൻ ആക്രമിച്ച് സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കൊന്നൊടുക്കി ധനം സമ്പാദിക്കുന്ന എന്തിനാണ് കാലകയാ? കാര്യം പറ. എന്റെ പ്രിയ സഹിക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി ഈ രാജ്യമൊക്കെ കീഴടക്കി അവളുടെ കാൽ കീഴിക്കൊണ്ട് വെച്ചതിന് ശേഷം മാത്രമേ നോം സമൃദ്ധനാകുകയുള്ളൂ. ഇതിനു വേണ്ടിയാണോ നീ യുദ്ധം ചെയ്യുന്നത്? അതിനുവേണ്ടി മാത്രമല്ല, അവൾക്ക് വേണ്ടി ആരെയും ഞാൻ കൊല്ലും, തിന്നും. തിന്നും. എടാ കാല, നിന്റെ പെണ്ണുമ്പോൾ അവിടെ ഒരു ബംഗാളി ഉണ്ടായിരുന്നു. അവന്റെ സൈക്കിളെ കയറി അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പൊ ചെല്ലുവാണ് അവിടെ ഇട്ട് പിടിക്കുക, അല്ലെങ്കിൽ നീ ബംഗാളിൽ ഇട്ട് പിടിക്കേണ്ടി വരും. നമ്മളോട് യുദ്ധം ചെയ്യാൻ തയ്യാറാകൂ. ആദ്യം എന്റെ പെണ്ണുമ്പിളെ പിടിക്കട്ടെ. അവനും പോയി.
ആരെവിടെ? ഞാൻ ചുമ്മാ പറഞ്ഞത് അവനത് കേട്ടിട്ട് വിട്ടുപോയതുകൊണ്ടോ അവിടെ മഹാരാജൻ എന്താണ് ഗുരു? ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ശവശനിടയിൽ നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ ഒരു സംഭവം തെളിഞ്ഞു വന്നു. എന്താണ് ഗുരു? അങ്ങ് ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന്. കൊട്ടാരം മുഴുവൻ സന്തോഷത്തിൽ താറാടട്ടെ, വാദ്യമേളങ്ങൾ മുഴുകട്ടെ. ആട്ടെ ഗുരു, ആരാ കൊട്ടാരത്തിൽ ഗർഭിണിയായത്? മറ്റാരുമല്ല, അങ്ങയുടെ ഭാര്യ ദേവസേന. നല്ലൊരു സന്തോഷ വാർത്ത കേട്ടിട്ട് അങ്ങ് എന്തിനാണ് മോങ്ങുന്നത്? ഞാൻ ചിരിക്കുമായിരുന്നു. ആ പട്ടിയാ മിണ്ടണ്ട, ഡയലോഗ് തുറന്നു. പറഞ്ഞു തീർന്നില്ല. അതെ, അങ്ങയുടെ പത്നി ദേവസേന വരുന്നുണ്ടല്ലോ. റാണി, നാം ഈ കേട്ടത് സത്യമാണോ? അങ്ങ് എന്താണ് കേട്ടത്? നാം ഒരു പിതാവാകാൻ പോകുന്നു എന്നുള്ള നഗ്ന സത്യം. ഞാനൊരു പിതാവാകാൻ പോകുന്നു റാണി. പരമാർത്ഥം. അങ്ങയുടെ ഉണ്ണി എന്റെ ഉദരത്തിൽ വളരുന്നു. നിങ്ങൾക്കും ഞങ്ങൾക്കും 5 മിനിറ്റ് വിശ്രമം. അവർക്ക് വിശ്രമം, നിങ്ങൾക്ക് വിശ്രമല്ല. എടി പുല്ല് ഇങ്ങോട്ട് പറയടി. എന്താ മനുഷ്യ? നീ ഇങ്ങനെ അഴിഞ്ഞാടാനാണോടി വന്നത്? നിന്നോട് ചോദിച്ച കടലടി, സത്യം പറയടി. പറയുന്നത് ബാലയിലെ ഡയലോഗ് പറഞ്ഞതല്ലേ? ബാലയിലെ ഡയലോഗ് പറയും. അല്ലടി നിങ്ങൾക്ക് എന്താ? ഞാനും പിള്ളേർ കഞ്ഞി കുടിക്കുന്നത്. നീ ചറയുന്ന എന്തിനാടി? ചറയുന്ന എന്തിനാണ്? നിങ്ങളല്ല നോക്കിയിരിക്കുന്നത്. എന്നെ തല്ലിക്കൊല്ലുന്നത് കണ്ടില്ലേ? നിന്റെ ഭർത്താവായിട്ടല്ലേ ഞങ്ങളൊന്നും ചെയ്യാത്തത്? അതൊക്കെ അങ്ങ് വീട്ടില് നമ്മുടെ ബാലയെ വിളിക്കാൻ വന്നിരിക്കുക. ആവശ്യത്തിനായില്ല പിന്നെ എന്നാ? ഇതെന്നാ സ്വഭാവം? ഇതെന്തിനാണെന്നറിയാമോ? ഇല്ല. നീ എന്റെ ഭാര്യയെ കുറിച്ച് കള്ളം പറഞ്ഞതിന്. ഇതെന്തിനാണെന്നറിയാമോ? ഞാൻ വൈകുന്നേരം പൈന്റ് പഠിക്കാൻ വെച്ചിരുന്ന 150 രൂപ എടുത്താണ് ഈ ഓട്ടോക്കാശിന് കൊടുത്തത്. അതിന് ആര് തരുവാ? മുടിച്ച കള്ളുകൂടി എല്ലാത്തിനും കാരണം. നിന്റെ കള്ളുകൂടി കാരണമല്ലോ നിന്റെ ബാലെന്ന് പറഞ്ഞു വിട്ടത്. അവന് കള്ളു കുടിച്ച് ആകെ ബാല കുളവാക്കാൻ വേണ്ടി വന്നേക്കുന്നു. ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയ ട്രൂപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത്. നിനക്കതൊന്നും അറിയത്തില്ല. ഒറ്റയടിക്ക് കിളി പറഞ്ഞു പോയല്ലോ തോന്നിട്ടോ. എന്റെ കള്ളുകൂടിയാണ് ഇതിനെല്ലാം കാരണം എനിക്ക് മനസ്സിലായടാ. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ എന്തുകൊണ്ട് കള്ളുകൂടി നിർത്തി? നീ കള്ളുകൂടി നിർത്തിയത് ഞാൻ പലപ്പം കേട്ടിട്ടുള്ള. എനിക്ക് വിശ്വാസമല്ല. സത്യം ചെയ്യണം. വിശ്വസിക്കണ്ട. അമ്മണി മോളെ നിനക്കും വിശ്വാസമായില്ല? ഇവളാണ് സത്യം. ഞങ്ങളുടെ പിള്ളേർ എന്റെ തല പൊട്ടിത്തെറിഞ്ഞു. അളിയാ നീ വേണ്ട, വേണ്ട, സത്യം. അല്ല നിങ്ങളാണ് സത്യം. ഞാൻ കുടിക്കത്തില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പ്. ആശാന് അങ്ങനെ ഉറപ്പ് പറഞ്ഞെങ്കിൽ ആ വേഷം ഇങ്ങനെ തന്നെ ചെയ്യട്ടെ. അതാവുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ എനിക്കും അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ ഈ കല്ലും ഡയലോഗും തെറ്റിച്ചിട്ട് ഞാൻ എന്തിനാ അടിമേടിച്ച് കിട്ടുന്നേ? ഇപ്പൊ തന്നെ നീ തെറ്റിക്കുക. ഇപ്പോഴും തെറ്റിച്ചു. അതുകൊണ്ടേ ഈ ഇന്റർവെൽ കഴിഞ്ഞുകൂടി നമുക്ക് കളിക്കാം. അതിന് ശേഷമുള്ള ബാലെ നീ കളിച്ചു. അടുത്ത കളി മുതൽ അണ്ണൻ രാജാവ്. അപ്പൊ ഞാൻ രാജാവ്. ഞാൻ കുഴപ്പമില്ല. ഞാനാടി രാജാവ്. നമുക്ക് പൊളിക്കണം ഇവിടെ. അപ്പൊ കള്ളുടിക്കരുത് കേട്ടോ. കള്ളുപിടിക്കരുത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ നിങ്ങൾ എന്നെ അവിടെ ചന്ന പിന്നെ ഒന്നിനെ തല്ലുന്നോലിട്ട് തല്ലിയില്ലേ? സാഹചര്യം കൊണ്ടാ. കമാക്കിമാന്ന് ഞാൻ ഒരു വാക്കുമുണ്ട് മങ്ങളെ. ഉണ്ടില്ല. ഫുൾ തല്ലി ഞാൻ മേടിച്ച് കെട്ടുമല്ലേ ഇത്? അങ്ങനെ പറ്റിപ്പോയി. ഇതിന്റെ ശരീരവേദന മാറാൻ വേണ്ടി ഇപ്പൊ 2 കഴിക്കുന്നതിന് കുഴപ്പമുണ്ട്. നീ എന്നാ മുഖ്യമന്ത്രിയാണോ? കിടക്ക് പുറത്ത് എന്ന് പറയാ. എടാ ഈ സ്റ്റേജിൽ നിന്ന് വെളിയിൽ പോവാൻ നീ വേണ്ട. ഞങ്ങൾ ബാല എങ്ങനെയും കളിച്ചോളാം. ഞാൻ പിന്നെ സുഖം ഇവിടുന്ന് വെളിയിലേക്ക് പോകും. എങ്ങനെ എന്നാ പോകുമ്പോഴേ എന്റെ പെണ്ണുമ്പിള്ളയുടെ ഇടം കൈ സുഖന്റെ വലം കൈയിലുണ്ട് ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ തന്ന 50,000 രൂപ അങ്ങ് പോട്ടെന്ന് വെക്കാം. 50,000 രൂപ അഡ്വാൻസ് 50,000 രൂപ പോട്ടെന്ന് വെക്കാം. പക്ഷെ ഇന്റർവെൽ കൊടുത്തിട്ട് കട്ടൻ താത്തിരിക്കുക. ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ ബാലെ. 10-20 മിനിറ്റ് കൂടെ ഉള്ളൂ. അതുകൂടെ അവളെ കളിച്ചിട്ട് നീ കൊണ്ടുപോക്കോ. കുഴപ്പമില്ല. അമ്മ ഇങ്ങോട്ട് പറയുന്നേ. ഞാൻ വരത്തില്ല. എന്താ അല്ല അവളെ കൊണ്ടുപോയി ഞങ്ങൾ പിന്നെ ബാലകളെ കളിക്കാൻ.
നീ ഈ ബാല എത്ര ദിവസം കൊണ്ടാ പഠിച്ചേ? 7 ദിവസം. നിനക്ക് ഈ ബാലയ്ക്കകത്ത് എത്ര മാസം ഗർഭമുണ്ട്? 7 മാസം. 7 മാസം. എടാ ഉവ്വേ, 7 ദിവസം കൊണ്ട് ഒരു പെണ്ണിനെ 7 മാസം ഗർഭിണിയാക്കാൻ വിദഗ്ധനായ പുണ്യാളച്ചോ. നീ ഒരു കാര്യം ചെയ്യ്, 10 മിനിറ്റ് കൊണ്ട് ഒരു പെണ്ണിനെ തപ്പിയെടുത്ത് നീ അങ്ങ് കളിപ്പിക്കടാവേ. അല്ല പിന്നെ ഞാനും എന്റെ വിളിപൂടെ പോകും. വാടി ഇവിടെ. അപ്പൊ ഇപ്പൊ ഒന്നുമില്ല. ശുഭം.